അപ്പോൾ ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് ചക്കി ചീസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. സോ ഇന്നത്തെ ചെറിയ വ്ളോഗ്, ഇന്നത്തെ വീക്കെൻഡ് വ്ളോഗിങ് ആയിരിക്കും ഞങ്ങളുടെ. ഇത് ഞങ്ങളുടെ ബ്രദർ ഇവിടെ ഉണ്ട്, ഒന്ന് വന്നേ. കാണിച്ചേ മോഹോ. സോ മൊമോസ് എന്തിയേ? മൊമോസും ഉണ്ട് ഇവിടെ. ഞങ്ങളുടെ ഇന്നത്തെ ടൈം നിങ്ങൾ വ്ളോഗായിട്ട് കാണണം, ഞങ്ങൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ബൗൺസർ ഉണ്ട് കേട്ടോ, ഞങ്ങളുടെ ബോഡി ഗാർഡാണ്. ഇറങ്ങിക്കേ മൊമോസ്, ഇറങ്ങിക്കേ. -17 -18 ഡിഗ്രി തണുപ്പത്താണ് ഞങ്ങൾ പോകുന്നത്. മൊമോസിനെ കൊണ്ടാണ് പോകുന്നത്. ഇറങ്ങിക്കേ മൊമോച്ചാ. വിഷ്ണു മാമൻ ലൈക്ക് എ ഗുണ്ട. മാർക്കോ ആണ്, മാർക്കോ. മാർക്കോ മാർക്കോ ആണോ? മാർക്കോ. വെളിയിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുവാണ്. ഭയങ്കര തണുപ്പാണ്. അറൗണ്ട് -17 സംതിങ് ഡിഗ്രി ആയിരുന്നു ആ സമയത്ത്. ഞങ്ങൾ ഡയറക്റ്റ് സ്റ്റോറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇറങ്ങുമെന്നുള്ള ഒരു പ്ലാനിലാണ് ഞങ്ങൾ പോയത്. പക്ഷേ പാർക്കിംഗ് ലോട്ട് അവിടെ കിട്ടിയില്ല. സോ ചേട്ടൻ എന്നെയും മൊമോസിനെയും അപ്ഡൂസിനെയും അവിടെ ഇറക്കിയിട്ട് അവർ രണ്ടുപേരും പാർക്കിംഗ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് ചക്കി ചീസിൻ്റെ എൻട്രൻസ്. നമ്മൾ അകത്തേക്ക് കയറി ചെല്ലുമ്പം തന്നെ പിള്ളേരെയും കൊണ്ട് പോകുന്നതുകൊണ്ട് അവർ ആര് വന്നാലും പിള്ളേർ അകത്തുള്ളതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുപ്പിക്കും. നമ്മുടെ ഫോണിൽ തന്നെ ആ ഗ്രൂപ്പ് ഫോട്ടോ നമ്മളെടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് തിരിച്ച് ഇറങ്ങുമ്പം ഈ ഗ്രൂപ്പ് ഫോട്ടോ അവരെ കാണിക്കണം. നമ്മൾ ഇറങ്ങുന്ന ആൾക്കാർ നമ്മൾ ഒന്നിച്ച് വന്നവർ തന്നെയാണെന്ന്. അത് പിള്ളേരുടെ സേഫ്റ്റിക്ക് വേണ്ടി അവർ ചെയ്യുന്നതാണ്. അത് നല്ല ഒരു കാര്യമാണ്. ഇവിടെ ചെന്ന ഉടനെ നമുക്ക് ജാക്കറ്റൊക്കെ ഊരി വെക്കാനുള്ള സ്ഥലമുണ്ട്. നമുക്ക് സ്റ്റോറേജ് ഏരിയ ഉണ്ട് അവിടെ. അപ്പം ഞങ്ങൾ ജാക്കറ്റ് എന്തായാലും ഞങ്ങളുടെ സ്ട്രോളർ ഉണ്ടായിരുന്നു, അതിനകത്ത് തന്നെ ഞങ്ങൾ വെച്ചു. എന്നിട്ട് ഞങ്ങൾ ഡയറക്റ്റ് ധ്രുവയാണെങ്കിൽ ഞങ്ങൾ കാർഡിനകത്ത് ചാർജ് ചെയ്തപ്പോൾ തൊട്ട് ധ്രുവയ്ക്ക് പെട്ടെന്നൊന്ന് കയറിയ കൊള്ളണമെന്നുണ്ട്. അപ്പം ബട്ട് നമ്മൾ എപ്പോഴാണ് കാർഡ് സ്വൈപ്പ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം. സോ അപ്പം മുതലാണ് നമ്മുടെ ഇത് വരുന്നത്, സ്റ്റാർട്ടിങ് ചെയ്തത് ടൈം. നമ്മൾ ഓൾറെഡി ഇവിടുത്തെ കാർഡ് പണ്ട് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സോ എപ്പോൾ നമുക്ക് പോകണോ അപ്പം അതിനകത്ത് ചാർജ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ടൈം അനുസരിച്ച് നമ്മൾ ചാർജ് ചെയ്യുക. നമ്മൾ കളിക്കുന്ന അനുസരിച്ച് അതിനകത്ത് പോയിൻറ്റ്സ് കയറിക്കൊണ്ടിരിക്കുക. ആ പോയിൻറ്റ്സും വെച്ച് പിള്ളേർക്ക് അവിടുത്തെ സാധനങ്ങൾ മേടിക്കാവുന്നുണ്ട്, പ്ലേ ടോയ്സൊക്കെ. മൊമോസിന് കളിക്കാൻ പറ്റാത്തതുകൊണ്ട് മൊമോസ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ അവരെ നോക്കിയിരിക്കുവാണ്. സോ ഗൈസ്, ഇതാണ് ചക്കി ചീസിൻ്റെ സെക്ഷൻ. ഇവിടെ നമുക്ക് പാർട്ടി ഹാളുണ്ട്, പാർട്ടിയും വേണമെങ്കിൽ ചെയ്യാം. ഒത്തിരി പിള്ളേരെ കൊണ്ട് ആൾക്കാർ ഇവിടെ വരും. ഇവിടെ നമുക്ക് 30 minutes $23, അങ്ങനെ 45 minutes, 70 minutes, 60 minutes അങ്ങനെയൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം എത്ര മിനിറ്റ് കളിക്കണം. എന്നിട്ട് നമുക്കതനുസരിച്ച് നമുക്ക് പൈസ പേ ചെയ്താൽ മതി. സോ ഞങ്ങളിപ്പോൾ 70 minutesൻ്റെയാണ് എടുത്തേക്കുന്നത്. ഇവിടെ മോസ്റ്റ്ലി ആൾക്കാർ വിൻ്റർ ടൈമിലായിരിക്കും കൂടുതൽ വരുന്നത്. ആൻഡ് വിൻ്റർ ടൈമിലാണെങ്കിലും സാധാരണ ദിവസങ്ങൾ സമ്മർ ടൈമിലാണെങ്കിലും പിള്ളേരെയും കൊണ്ട് ബർത്ത്ഡേ പാർട്ടീസൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ ഇവിടെ വരും. ഒരു ഗ്രൂപ്പ് ഓഫ് 6 പിള്ളേർക്ക് $129 ഉള്ളൂ പാർട്ടി ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി. ഇവരെല്ലാം ഓർഗനൈസ് ചെയ്ത് നമുക്ക് തരും. സോ ഇറ്റ്സ് എ ഗുഡ് തിങ്. പിള്ളേരെയും കൊണ്ട് സമ്മർ ടൈം ആണെങ്കിലും വിൻ്റർ ടൈം ആണെങ്കിലും ഇവിടെ വന്ന് കളിക്കാൻ കുറേ ഓപ്ഷൻസ് ഉണ്ട്. കുറേ എന്തൊക്കെയോ ഗെയിംസ് ഉണ്ട് ഇവിടെ. ഞങ്ങൾ സാധാരണ എനിക്കറിയാവുന്ന ബാസ്കറ്റ് ബോളാണ് ഞാൻ കളിച്ചത് അവിടെ. മാർക്കോ മാർക്കോ തോക്കുവാണോ? What? I have 130 score. Look at the score. I'm leading the game. You're leading the game? Of course. Marco is leading the game. Okay.
മോമോ 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 ചേച്ചി എന്നെ എടുക്കുവാ മോമോ ചേച്ചി എന്നെ എടുക്കുവാ എന്നെ എടുക്കുവാ ചേച്ചി മോമോ ചാ ഹലോ മോമോ അങ്ങനെ മാർക്കോ ടീമിൽ ജോയിൻ ചെയ്തു അപ്പോൾ എറിയാതെ അങ്ങനെ വല്ലതും തലയിലൊക്കെ വീഴും മാർക്കോയുടെ ഇതുവരെ ഒരു ബോളും വീണിട്ടില്ല വിഷ്ണുവിൻ്റെ ഒറിജിനൽ പേര് മോഹിത് എന്നാണ് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നവനെ വിഷ്ണു എന്നാണ് അവൻ ന്യൂ മാർക്കറ്റിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് സമയമെടുത്ത് അവൻ വരാറുണ്ട് ടൊറൻറ്റോയിൽ ഇവിടുന്ന് ഒരു മണിക്കൂർ ദൂരം എന്തോ ഒരു മണിക്കൂർ ഏകദേശം അങ്ങനെ ക്രിസ്മസ് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അവനും വന്നതാണ് സോ ഇതൊരു നല്ലൊരു ഔട്ടിംഗ് ആയിരുന്നു ഞങ്ങൾ അങ്ങ് വ്ളോഗായിട്ട് എടുത്തേക്കാമെന്ന് വിചാരിച്ചു യൂട്യൂബിൽ കിടക്കുമ്പം നമുക്ക് ഈ വ്ളോഗ് പിന്നെ നമുക്ക് ആരും കണ്ടില്ലെങ്കിലും നമുക്ക് കാണാമല്ലോ സോ നമ്മുടെ ഒരു മെമ്മറിക്ക് വേണ്ടി നമ്മൾ വേറെ എങ്ങും സേവ് ചെയ്യേണ്ട യൂട്യൂബിൽ തന്നെ ഇട്ടാൽ മതി അങ്ങനെയാണ് മെയിൻലി ഇത് എടുക്കാമെന്ന് വിചാരിച്ചത് Did you swipe the card? You have to swipe the card. Why you are doing that? Dhruva, go! ഈ കാർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് സ്വൈപ്പ് ചെയ്താൽ അടുത്ത സ്ഥലത്ത് വിതിൻ മിനിറ്റ്സ് സ്വൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല സോ അപ്പോൾ ഞങ്ങളിവിടെ കളിച്ചുകൊണ്ടിരുന്നപ്പം ധ്രുവ വേറെ സെക്ഷനിൽ പോയി ട്രൈ ചെയ്യുമായിരുന്നു അപ്പോൾ ആ ധ്രുവയുടെ ഞാൻ പറയുമായിരുന്നു ഇവിടെ വന്ന് കളിക്ക് ഇത് ഓൾറെഡി സ്വൈപ്പ് ആയെന്ന് സോ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കുറേ കളിച്ചു ചേട്ടനും വിഷ്ണുവും ഞാനും ധ്രുവയും കളിച്ചു മോമോയ്ക്ക് ഇടയ്ക്ക് ഈ ലൈറ്റിങ്സൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നു അവനെ ഇടയ്ക്ക് താഴെ ഇറക്കി വിട്ടു സോ നമ്മളെല്ലാവരും കൂടെ കളിച്ചുകൊണ്ട് നമുക്ക് വിതിൻ 70 മിനിറ്റ്സ് കുറേ ഒരു അറൗണ്ട് 1000 സംതിങ് പോയിൻറ്റ്സ് കയറി ഇപ്പോൾ സിംഗിളായിട്ട് പേരൻസ് കളിക്കത്തില്ല പിള്ളേരും ഒരു കൊച്ചു മാത്രമാണ് കളിക്കുന്നതെങ്കിൽ ചിലപ്പം പോയിൻറ്റ്സ് അത്രയും കിട്ടാൻ ചാൻസ് ഇല്ല സോ ഞങ്ങൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുമായിരുന്നു ഇത് അങ്ങനെ അലൗഡ് ആണോ ഇല്ലയോ എന്നൊന്നും അറിയില്ല ബട്ട് ദേ നെവർ ടോൾഡ് us എനിത്തിങ് സോ ഞങ്ങളെല്ലാവരും കൂടെ നന്നായിട്ട് എൻജോയ് ചെയ്തു നമുക്കിങ്ങനത്തെ ഗെയിം സ്റ്റോപ്സ് കുറേ ഉണ്ട് അടുത്ത സ്ഥലങ്ങളിലുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നയാഗ്ര ഫോൾസിൽ പോകുമ്പോൾ അവിടെ ഒരു ഇങ്ങനത്തെ തന്നെ ഒരു സെൻറ്ററുണ്ട് ബട്ട് അത് കുറച്ച് ദൂരെയായി വിൻ്റർ ആകുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അടുത്ത് തന്നെ പോകുന്നത് പിന്നെ ഈ സിനിമ തിയേറ്റേഴ്സിലൊക്കെ ഇങ്ങനത്തെ ചെറിയ ഗെയിം സെൻറ്റേഴ്സ് കാണും ബട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നിച്ച് തന്നെയുണ്ട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ആൻഡ് എന്താ പറയുക നമുക്ക് പാർട്ടി ഓർഗനൈസ് ചെയ്യാം പിന്നെ കുഞ്ഞു പിള്ളേർക്ക് ട്രാംപോളിൻ സെക്ഷനും ഉണ്ട് ഐ തിങ്ക് അറൗണ്ട് 4 years 5 years ഓൾഡ് പിള്ളേർക്ക് പറ്റുന്നതാണ് ആ ട്രാംപോളിൻ മോമോനെ ഈ കാർ റൈഡ് എത്തിയപ്പോൾ അവൻ്റെ ഒരു സന്തോഷം കാണാനുണ്ടായിരുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൻ വിഷ്ണു അങ്ങനെ ഇടയ്ക്ക് വരാറുള്ളതുകൊണ്ട് മോമോയ്ക്ക് വിഷ്ണുവിനെ കാണുമ്പം തന്നെ ആ ഒരു സ്ട്രേഞ്ചർ ഫീലിംഗ് ഉണ്ട് സോ അവൻ വിഷ്ണു അടുത്ത് വരുമ്പോഴത്തേക്ക് വിഷ്ണുവിനെ തന്നെയാണ് സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവന് പേടിയാ ഇവിടെ ഇരിക്കണോ
അങ്ങനെ മൊമോസും കുറേ റൈഡിൽ കയറി ഇരുന്ന് എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് ഗെയിം സ്റ്റോപ്പിൽ തന്നെ പോയി. എന്നിട്ട് അവിടെ ധ്രുവയും ചേട്ടനും വിഷ്ണുവും ഞങ്ങൾ മാറി മാറി കളിക്കാൻ തുടങ്ങി. പിന്നെ അപ്പോൾ ഞങ്ങളുടെ അങ്ങനെ 70 മിനിറ്റ്സ് എങ്ങനെ പോയെന്നറിയില്ല. ഇറ്റ് വാസ് ക്വിക്ക്. വി റിയലി ഹാഡ് എ ഗുഡ് ടൈം ഓൺ ദാറ്റ് ഡേ. ആൻഡ് ഐ ഹോപ്പ് വരുന്ന ക്രിസ്മസിന് ദിവസം ഇനിയും വിഷ്ണു വരുന്നുണ്ട്. 2 ദിവസം പിന്നെയും വീട്ടിൽ കാണും. അപ്പം ഞങ്ങൾ വിചാരിക്കുന്ന അന്നത്തെ ദിവസം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ഗെറ്റ് ടുഗെദറോ എന്തെങ്കിലും ചെയ്യണം. This was something like a roller coaster ride. Vishnu didn't like it and Dhruva was like, ഇതെന്തോ ഇത്, ഇറങ്ങിയേക്കാമെന്ന് വിചാരിച്ച് അവിടുന്ന് ഇറങ്ങി. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ബാലൻസ് എത്രയാണെന്ന് കാണിക്കും. 1073. അങ്ങനെ ഞങ്ങളുടെ 70 മിനിറ്റ്സ് ഞങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു. ആൻഡ് വാട്ട് എവർ ഗെയിംസ് വി പ്ലേഡ് വി ഗോട്ട് ഇനഫ് പോയിൻറ്റ്സ് ടു ബൈ സ്മോൾ ടോയ്. സോ ഞങ്ങൾ നോക്കിയപ്പം 1000 സംതിങ് പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. സോ അതും വെച്ച് നമുക്ക് വി ക്യാൻ ക്ലെയിം ദാറ്റ് പോയിൻറ്റ്സ് ടുവേർഡ്സ് സം ടോയ്സ്. സോ ധ്രുവയ്ക്ക് ഇഷ്ടപ്പെട്ട ടോയ് ധ്രുവ മേടിക്കുമായിരുന്നു. ധ്രുവയ്ക്ക് അങ്ങനെ ഒരു സ്ക്യൂഷ് ബോൾ ഇഷ്ടപ്പെട്ടു. സോ മോമോയ്ക്കാണേലും അതും വെച്ച് യൂസ് ചെയ്യാം, കളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ധ്രുവ ഫൈനലി ഗോട്ട് ദ സ്ക്യൂഷ് ബോൾ. നല്ല രസം അത് പിടിച്ച് കയ്യിലിങ്ങനെ അമക്കാൻ വേണ്ടി. സോ ഷീ ഗോട്ട് ദാറ്റ് വൺ. അങ്ങനെ ഗൈസ്, ഇതായിരുന്നു ഞങ്ങളുടെ സ്മോൾ വ്ളോഗ്. ഐ ഗെസ് യു ഗൈസ് ലൈക്ഡ് ഇറ്റ്. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പിന്നെ മുന്നോട്ട് ഇങ്ങനെ ഇമിഗ്രേഷൻ്റെ ന്യൂസും നഴ്സിങ്ങിൻ്റെ ന്യൂസുമായിട്ട് വരാൻ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടും. ബൈ.